മുണ്ടക്കയിലും ചൂരൽമലയിലുമുള്ള ജനങ്ങൾക്ക് ചെറിയ പെരുന്നാൾ ആശ്വാസത്തിന്റെ പെരുന്നാൾ കൂടിയാവുകയാണ്. പുനരധിവാസം സാധ്യമായതിനു ശേഷമുള്ള ആദ്യ പെരുന്നാളിൽ ഈദ് നമസ്കാരത്തിനായി മുണ്ടക്കയിലേക്ക് എത്തിയത് നിരവധി പേരാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനു ശേഷം ഒരു നാടാകെ വേർപിരിഞ്ഞപ്പോൾ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചവരൊക്കെ തന്നെ മുണ്ടക്കൈ മുനവിറൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിലേക്ക് ഈദ് നമസ്കാരത്തിനായി എത്തിച്ചേർന്നു. പരസ്പരം കണ്ടുമുട്ടിയതിന്റെ ആശ്വാസത്തിലായിരുന്നു അവർ. ഒരു നാടാകെ വീണ്ടും സംഗമിക്കുകയാണ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ. കഴിഞ്ഞുപോയ പെരുന്നാൾ ദിനത്തിന്റെ ഓർമ്മകൾ കൂടി അവർക്കുണ്ട്. മുണ്ടക്കയിൽ ഉള്ള ആഘോഷം തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള സംഭവം തന്നെയാണ്. രാവിലെ പെരുന്നാളിന് എല്ലാവരും പള്ളിയിലേക്ക് വരും. എല്ലാവരും ഒത്തുകൂടി അവരവരെ കുടുംബങ്ങളെ വീടുകളിൽ, സുഹൃത്തുക്കളെ വീടുകൾ, ഈ ചുറ്റുപാട്, ഈ പള്ളീൻ്റെ ചുറ്റുപാടുള്ള എല്ലാ വീടുകളും ഇവിടെ എല്ലാ ആൾക്കാരും ബന്ധപ്പെട്ട ആൾക്കാരാണല്ലോ. ആരും പുറമെന്നില്ല, കുടുംബമായിട്ട് തന്നെ എല്ലാവരും ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോയി വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ എല്ലാ വീട്ടും പോയി ഭക്ഷണം കഴിച്ച് അവരത്തുള്ള ആ ഒരു സന്തോഷം പുതുക്കി അതിവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവിധ ആൾക്കാരും നമ്മളെ വീടുകളിലൊക്കെ വരും. അവരെല്ലാവർക്കും അന്ന് ഈ മുണ്ടക്കയിലുള്ള എല്ലാ ആൾക്കാർക്കും പെരുന്നാൾ തന്നെയാണ്. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇന്നും ഒരു വലിയൊരു വേദന എന്ന് പറയുന്നത്. അതോടൊപ്പം ജീവൻ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസവും പുനരധിവാസം സാധ്യമായതിന്റെ സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു അവർക്ക്. ഷംസുദ്ദീൻ റഹ്മാനിയുടെ കാർമ്മികത്വത്തിലാണ് ഈദ്ഗാഹ് നടന്നത്. ദുരന്തം ഉണ്ടായത് മുതൽ ഈ നാടിൻ്റെ കൂടെ നമ്മൾ കൂടെ ഉണ്ട്. ഇവരെല്ലാ പ്രയാസത്തിലും സന്തോഷത്തിലും പങ്കാളികളായി. ഈ ചേർത്ത് പിടിക്കലും ആയിട്ടിപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങളിവിടെ വന്നു. അതുപോലെ ഇവിടെ നബിദിനം വന്നു, അന്നിവിടെ വന്നു. ഇന്ന് ഒരിക്കൽ കൂടി സന്തോഷത്തോടുകൂടി ഈ ചേർത്ത് നിർത്തലിന് വേണ്ടി വന്നതാണ്. സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. വേർപിരിഞ്ഞവരെ ഓർത്ത് ബാക്കിയായവർ ഒരുമിച്ചതിന്റെ സന്തോഷവും പങ്കിട്ടാണ് അവർ പിരിഞ്ഞത്. കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകളും സ്നേഹവും പങ്കുവെക്കൽ കൂടിയാണ് ഇവർക്കിന്ന് ഈ പെരുന്നാൾ. മുണ്ടക്കൈയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.